ഒരു കൊലപാതകം തെളിയിക്കാനായി എത്ര നേരം വേണ്ടിവരും? ക്ലാസ്സിലെ കുട്ടികളെല്ലാം PT പീരീഡിന് പോയിരിക്കുന്ന ഗ്യാപ്പിൽ ക്ലാസ്സിൽ ഒരു കൊലപാതകം നടക്കുന്നു. ആ വിവരം ആദ്യമായി അറിയുന്ന നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ കുട്ടികൾ തിരിച്ച് ക്ലാസ്സിലേക്ക് എത്തും മുന്നേ ആ കൊലയാളിയെ കണ്ടെത്താനായി ശ്രമിക്കുന്നു. അവരുടെ മുന്നിലുള്ളത് വെറും 40 മിനിറ്റ് സമയമാണ്. അതിനുള്ളിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചോ? എങ്കിൽ ആരാണ് ആ കൊലയാളി? എങ്ങനെ അവർ അത് കണ്ടെത്തി? എന്തിനയാൾ കൊല ചെയ്തു? ആരാണ് കൊല്ലപ്പെട്ടത് എന്നതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ 2009 റിലീസായ 4th പീരീഡ് മിസ്റ്ററി അഥവാ ദ ക്ലൂ എന്ന ചിത്രമാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഥ തുടങ്ങുന്നത് കൊറിയയിലെ ഒരു സ്കൂൾ കാണിച്ചുകൊണ്ടാണ്. ക്ലാസ് തുടങ്ങാൻ സമയമാകുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ വളരെ വെപ്രാളത്തിൽ സ്കൂളിലേക്ക് എത്തുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്ലാസ് മുറിയാണ്. ഇവിടെയാണ് നമ്മുടെ കഥാനായകനായ ജിയോങ് ഹൂൻ പഠിക്കുന്നത്. അവൻ ക്ലാസ്സിലെ ടോപ്പറാണ്. ടീച്ചേഴ്സിനും പ്രിൻസിപ്പലിനും ഒക്കെ അവന് വലിയ ഇഷ്ടമാണ്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ ലിയാണ്. ലീ ഇതേ ക്ലാസ്സിലെ തന്നെ ഒരു വിദ്യാർത്ഥിനിയാണ്. അവളെ കുട്ടികളെല്ലാം കളിയാക്കാറുള്ളത് മുഖം മറയ്ക്കുന്ന രീതിയിലുള്ള അവളുടെ ഹെയർ സ്റ്റൈലിനെ കാര്യം പറഞ്ഞാണ്. അവളുടെ മുഖം ക്ലാസ്സിലെ കുട്ടികൾ പോലും മര്യാദയ്ക്ക് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിൽ വലിയ അതിശയോക്തി ഇല്ലല്ലോ അല്ലെ? ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. അവൾക്ക് അങ്ങനെ വലിയ കൂട്ടുകാരോ ഒന്നും തന്നെ ഇല്ല. ഇവരെ ഇപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ടീച്ചറാണ്. ടീച്ചർ അങ്ങനെ ബുക്ക് വായിക്കുന്ന സമയത്ത് കുട്ടികളെല്ലാം അവരുടെ ബുക്സിൽ കണ്ണു നട്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ ലീ മാത്രം അവളുടെ ബുക്കിനകത്ത് ഒരു നോവലിന്റെ ബുക്ക് വെച്ച് അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളിങ്ങനെ ഇരുന്ന് ബുക്ക് വായിക്കുന്നത് ജിയോങ്ങും ശ്രദ്ധിക്കുന്നുണ്ട്. ലീക്ക് ബുക്ക് വായിക്കാൻ വലിയ ഇഷ്ടമാണ്. അവൾ വായിക്കുന്നതെല്ലാം കൊലപാതക അന്വേഷണങ്ങളെ പറ്റിയൊക്കെയുള്ള നോവലുകളാണ്. ഇപ്പോൾ അവൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പേജിലുള്ളത് ഒരു പ്രത്യേക തരം വിഷം ഡ്രിങ്ക്സിൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുടിച്ച് ആൾ ഉടനെ തന്നെ നുരയും പതയും വായിൽ വന്ന് മരിക്കുമെന്നും പക്ഷെ അത് എന്ത് വിഷമാണെന്ന് പോലീസിന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നതുമാണ്. അവൾ അത് വായിച്ചു തീരുമ്പോഴേക്കും ഇവരുടെ ക്ലാസ്സിലെ തേ എന്ന ഒരു പയ്യൻ നുരയും പതയും വായിൽ നിന്ന് വന്ന് പിടയ്ക്കാനായി തുടങ്ങുന്നു. കുട്ടികളെല്ലാം ഇത് കണ്ട് പേടിച്ച് നിലവിളിക്കുന്നു. അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് ഈ ശബ്ദം കേട്ട് കൊറിയൻ ടീച്ചറും ഓഫീസിലെ സ്റ്റാഫായ അഡ്മിനും എത്തുന്നു. ടീച്ചർ ഉടനെ തന്നെ ആംബുലൻസ് വിളിക്കാനായി ജിയോങ്ങിനോട് പറയുന്നു. തേയെ ആംബുലൻസിൽ കയറ്റുന്നു. ഈ സമയത്താണ് തേയുടെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന തേയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഹൂൻ അവിടെ ഒരു ചെറിയ ബോട്ടിൽ ശ്രദ്ധിക്കുന്നത്. ഈ ബോട്ടിലിൽ നിന്ന് ഡ്രിങ്ക്സ് കുടിച്ച ശേഷമാണ് തേക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇതിനുശേഷം 2 ആഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ ജിയോങ്ങും അവന്റെ സുഹൃത്തായ ഡൂവും ഗെയിംസ് കളിക്കായിരുന്നു. ജിയോങ് നല്ല പഠിപ്പി പയ്യനായതുകൊണ്ടും അവൻ സ്കൂളിൽ നല്ല പോപ്പുലർ ആണ്. പെൺകുട്ടികൾക്ക് അവനെ വലിയ കാര്യമാണെങ്കിലും അവൻ അവരെ തിരിച്ച് മൈൻഡ് ആക്കാറേയില്ല. ഈ ഗ്യാപ്പിന് ഡൂ തന്റെ നമ്പർ ആ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ട് ജിയോങ്ങിനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് നൈസ് ആയിട്ട് ഒരു നമ്പറൊക്കെ ഇറക്കുന്നുണ്ട്. ഇതേ സമയം ലൈബ്രറിയിലേക്ക് ചെല്ലുന്ന ലീ ബുക്സ് റിട്ടേൺ ചെയ്യുന്നു. ലൈബ്രറിയൻ അവളോട് ഇന്നലെ എടുത്തോണ്ട് പോയതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ ഇത്രയും നീ വായിച്ചോ, നീ എന്നേക്കാൾ ഭയങ്കരയാണല്ലോ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ എപ്പോഴും ക്രൈം മാത്രം വായിക്കാതെ മറ്റു പെൺകുട്ടികളെ പോലെ റൊമാൻറ്റിക് കഥകളും വായിക്കാനായി ഉപദേശിക്കുന്നു. ഈ സമയത്ത് തന്നെ പോലെ തന്നെ ക്രൈം ബുക്സ് വായിക്കുന്ന ഒരാളാണ് ലൈബ്രറിയൻ എന്നറിയാവുന്ന ലീ അവരോട് ആരായിരിക്കും തേക്ക് വിഷം കൊടുത്തിട്ടുണ്ടാവുക ചോദിക്കുന്ന സമയത്ത് ലൈബ്രറിയൻ എനിക്കെങ്ങനെ അറിയാം, നീ പുറകെ നിൽക്കുന്ന ആളിനോട് ചോദിക്കുന്നു പറയുമ്പോഴാണ് അവൾ പുറകിലേക്ക് തിരിയുന്നത്. നോക്കുമ്പോൾ അവിടെ തേയുണ്ടായിരുന്നു. അവൻ ഒരു പ്രേതത്തെ പോലെ ഇവളെ പേടിപ്പിക്കുമ്പോൾ മറ്റേതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ ജീവനും കൊണ്ട് ഓടിയേനെ. ഇവള് വളരെ ധൈര്യപൂർവ്വം അപ്പൊ നീ മരിച്ചില്ലായിരുന്നോ, ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നീ മരിച്ചെന്നാണല്ലോ പറയുന്നത് എന്ന് പറയുമ്പോ അത് അവർ ചുമ്മാ പറയുന്നതാ, ഞാൻ 2 ആഴ്ച ഹോസ്പിറ്റലിലായിരുന്നു, ഡിസ്ചാർജ് ആയി ഇപ്പൊ ഓക്കെ ആയപ്പോ തിരിച്ചു വന്നുവെന്ന് അവൻ പറയുന്നു. അങ്ങനെ പിന്നീട് ക്ലാസ് റൂം കാണിക്കുമ്പോൾ അവിടെ ഹൂൻ ഒരു പെൺകുട്ടിയുടെ അടിവസ്ത്രം കാണുന്ന കണക്കൊരു ഫോട്ടോ എടുക്കുന്നു. ആ പെൺകുട്ടി അവനോട് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാനായി ആവശ്യപ്പെടുമ്പോൾ അവൻ ഡിലീറ്റ് ആക്കാതെ അത് കൂട്ടുകാരെ കാണിച്ച് കമന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി ഇത് ക്ലാസ് ലീഡറായ ജിയോങ്ങിനോട് പറയുന്നു. ജിയോങ് അതിനെപ്പറ്റി ഹൂനിനോട് ചോദിക്കുമ്പോൾ രണ്ടുപേരും തമ്മിൽ വഴക്കാവുകയാണ്. അങ്ങനെ ക്ലാസ്സിൽ വെച്ച് രണ്ടുപേരും അടിയുണ്ടാക്കുന്നത് കണ്ടുകൊണ്ടാണ് ക്ലാസ് ടീച്ചർ എത്തുന്നത്. ക്ലാസ് ടീച്ചർ രണ്ടുപേരെയും വഴക്ക് പറയുന്നു. ഹൂനിന് നല്ല മേല് നോവുന്ന രീതിയിൽ പണിഷ്മെന്റും കൊടുക്കുന്നുണ്ട്. പക്ഷേ ജിയോങ് നല്ല പഠിപ്പിയായതുകൊണ്ടും അദ്ദേഹത്തിന് ജിയോങ്ങിനോട് പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടും അവനെ ശാരീരികമായി ഉപദ്രവിക്കുന്നില്ല. എങ്കിലും രണ്ടുപേർക്കും പണിഷ്മെന്റായി ക്ലാസ് ക്ലീനിങ് ജോലി നൽകുന്നു. അന്ന് വൈകിട്ട് തിരിച്ചു പോകാനായി നിൽക്കുന്ന സമയത്ത് ഡൂ ഒരു സ്ഥലത്ത് എത്തി നോക്കി നിൽക്കുന്നത് കാണുന്നു. അങ്ങോട്ടേക്ക് നോക്കുന്നു. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി വരുന്ന ലീ ആ സമയത്ത് മുടിയൊക്കെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ മുഖം നല്ല വ്യക്തമായി കാണാം. അവളുടെ മുഖം കാണുന്ന ജിയോങ് ആകെ അതിശയിച്ചു പോകുന്നു. അങ്ങനെ പിന്നീട് പ്രിൻസിപ്പൽ ടീച്ചേഴ്സിനെ എല്ലാം വിളിച്ചൊരു മീറ്റിംഗ് നടത്തുകയാണ്. അതിൽ തേക്ക് ആരോ വിഷം നൽകിയതാണെന്ന ഡോക്ടർ റിപ്പോർട്ട് പുറത്തു വന്നാൽ സ്കൂളിനെ അത് ബാധിക്കുമെന്നതുകൊണ്ട് അവന് ഫുഡ് പോയിസൺ അടിച്ചതാണെന്ന് താൻ സ്വാധീനിച്ച് തിരുത്തിയിട്ടുണ്ടെന്നും എന്നാൽ ആരാണത് ചെയ്തതെന്ന് കണ്ടുപിടിക്കേണ്ടത് ക്ലാസ് ടീച്ചറിന്റെ ഉത്തരവാദിത്തമാണെന്നും പറയുന്നു. ഒപ്പം തന്നെ ഇന്ന് സ്കൂൾ എക്സാമിനേഷന് അതോറിറ്റീസ് എത്തുന്നതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയുമാണ്. അങ്ങനെ അന്ന് ക്ലാസ്സിലിരിക്കുന്ന സമയം ജിയോങ്ങിന് ലീയുടെ മെസ്സേജ് വരുന്നു. നീ കഴിഞ്ഞ ദിവസം എന്നെ ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടു എന്ന് അവള് മെസ്സേജ് അയച്ചത്
അയച്ചത്. അവൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ലാസിന്റെ ഇടയിൽ ഫോൺ ഉപയോഗിച്ചതിന് സാർ അവനെ പൊക്കുന്നത്. സാർ ആ മെസ്സേജ് വായിക്കുന്നു. പക്ഷെ മെസ്സേജ് അയച്ച ആളിന്റെ നമ്പർ ഇവൻ സേവ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മെസ്സേജ് അയച്ചത് ലീ ആണെന്ന് സാറിന് മനസ്സിലാകുന്നില്ല. പഠിപ്പിയായ എത്ര പെൺകുട്ടികൾ പുറകെ നടന്നിട്ട് മൈൻഡ് ചെയ്യാത്ത ജിയോങ് ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു എന്ന് കേൾക്കുമ്പോൾ ക്ലാസ്സിലെ കുട്ടികളെല്ലാം അമ്പരക്കുന്നു. എന്നാലും ആരായിരിക്കും ആ പെൺകുട്ടിയെന്ന്. ഇതേ ടീം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ഒരു അനക്കോ ഇല്ലാതെ ക്ലാസ്സിൽ ലീ ഇരിക്കുന്നത് കാണുന്ന ഹൂനിന് ഇനി അവളായിരിക്കുമോ ആ പെൺകുട്ടി എന്ന ഡൗട്ട് ഉണ്ടാവുന്നു. പിന്നീട് ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് PT പീരീഡ് ആണ്. കുട്ടികളെല്ലാം ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകുന്നു. ഇപ്പോൾ ക്ലാസ്സിൽ ഹൂനും ജിയോങ്ങും മാത്രമേ ഉള്ളൂ. അവർക്ക് ക്ലാസ് ടീച്ചർ നൽകിയ പണിഷ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മുന്നേ തനിക്ക് തോന്നിയ സംശയം ശരിയാണോ, ലീയും ജിയോങ്ങും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാനായി ഹൂൻ ലീയെ പറ്റി മോശമായ ഓരോ കമന്റുകൾ അടിക്കുമ്പോൾ ആദ്യം ജിയോങ് അത് മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവന് ദേഷ്യം വരുന്നു. അവൻ ഹൂനിന്റെ ടേബിളിൽ ഇരുന്ന് ഹൂനിന്റെ കത്തിയെടുത്ത് കുത്തുന്നത് പോലെ ഇങ്ങനെ പേടിപ്പിക്കുമ്പോൾ അത് ആ വഴി പോയ ഒരു പെൺകുട്ടി കാണുകയും അവൾ അതിന്റെ ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. ചുമ്മാ പേടിപ്പിച്ച് ജിയോങ് ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. ഹൂൻ അപ്പോൾ ക്ലാസ്സിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയം ആരോ എത്തി അവനെ വാ പൊത്തിപ്പിടിച്ച് അതേ കത്തി കൊണ്ട് കുത്തി കൊല്ലുന്നതായി നമുക്ക് കാണാം. ഇതേ ടൈം വാഷ്റൂമിലായിരുന്നു ജിയോങ് ഉണ്ടായിരുന്നത്. അവിടേക്ക് എത്തുന്ന ക്ലാസ് ടീച്ചറിന് ഇന്ന് നമ്മുടെ മകന്റെ ഓർമ്മ ദിവസമാണ്, അതുകൊണ്ട് നേരത്തെ എത്തണമെന്ന് ഭാര്യയുടെ മെസ്സേജ് വരുന്നു. അദ്ദേഹം ജിയോങ്ങിനെ കണ്ടപാടെ ഇന്ന് അതോറിറ്റീസ് എത്തുന്നുണ്ട്, അതുകൊണ്ട് ക്ലാസ്സിൽ പോയിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ അവൻ തിരിച്ച് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന ഹൂനിനെ കണ്ട് ആദ്യം ഇതൊരു പ്രാങ്ക് ആണെന്ന് കരുതുന്നുണ്ടെങ്കിലും പിന്നീട് അവനെ ആരോ കുത്തിക്കൊന്നതാണെന്ന് മനസ്സിലാക്കുന്നു. പേടിച്ച് തറയിൽ രക്തക്കറയോട് കിടന്നിരുന്ന കത്തി ജിയോങ് കൈ കൊണ്ട് എടുക്കുമ്പോഴേക്കും അവന്റെ കയ്യിലൊക്കെ രക്തക്കറയാവുന്നു. ഈ സമയത്താണ് ഗ്രൗണ്ടിൽ കളിക്കാൻ ഇഷ്ടമില്ലാതെ ലീ തിരിച്ച് ക്ലാസ് റൂമിലേക്ക് എത്തുന്നത്. അവള് വരുമ്പോ കാണുന്ന കാഴ്ച ഇതാണ്. ജിയോങ് പേടിയോടെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണെന്ന് പറയുമ്പോൾ അവള് പെട്ടെന്ന് ഡോർ അടച്ചിട്ട് എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നു. ഇവൻ അത് കേട്ട് ആശ്വാസത്തോടെ പോലീസിനെ വിളിക്കാനായി ഒരുങ്ങുമ്പോ അവൾ അവന്റെ കർണക്കുറ്റിക്കിട്ടൊന്ന് കൊടുത്ത് ആ ഫോൺ ഇങ്ങ് വാങ്ങിയിട്ട് എല്ലാരും നിന്നെ വിശ്വസിക്കുമെന്നാണോ നീ കരുതുന്നത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം വിസിറ്റിനുള്ള ഓഫീസേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും എല്ലാം ആ കാര്യങ്ങളിൽ ബിസിയാണ്. ക്രൈം നോവലുകൾ ഒരുപാട് വായിച്ചുള്ള തന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ജിയോങ് അല്ല കൊല ചെയ്തതെന്ന് താൻ കണ്ടെത്തിയതെന്ന് ലീ പറയുന്നു. കൂടാതെ അവളുടെ അതേ എക്സ്പീരിയൻസ് വെച്ച് അവൾ ചില കാര്യങ്ങൾ ഗസ് ചെയ്യാണ്. ജിയോങ് അവൻ ഈ ക്ലാസ്സിൽ നിന്ന് ടോയ്ലറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഹൂനുമായി ചെറിയൊരു വഴക്കുണ്ടായ ആ കാര്യം ഇവളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ കണക്ട് ചെയ്യുന്ന അവൾ അപ്പോൾ നടന്ന വഴക്ക് കൊലയാളി കണ്ടിട്ടുണ്ടാവാം. കൊലയാളി ആ സമയത്ത് നീ പിടിച്ച് ഇതേ കത്തി തന്നെ കൊല്ലാൻ ഉപയോഗിച്ചു. പുറകിൽ നിന്ന് വാ പൊത്തി മയക്കിയ ശേഷം മുന്നിൽ വന്ന് നീ നിന്ന അതേ പൊസിഷനിൽ നിന്നാണ് കൊലയാളി നെഞ്ചിൽ കത്തി കുത്തിയിരിക്കുന്നത്. തന്റെ വസ്ത്രങ്ങളിൽ ചിതറാതിരിക്കാനായി ഒരുപക്ഷെ റെയിൻകോട്ട് ധരിച്ചിട്ടുണ്ടാകാം. കൊലയാളി ഒന്നെങ്കിൽ ഒരു ടീച്ചറോ വിദ്യാർത്ഥിയോ ആവാം. ഇവിടം വിട്ട് പോകാൻ സാധ്യതയില്ല. കാരണം മൂന്നാമത്തെ പീരീഡ് കഴിഞ്ഞ് നാലാമത്തെ പീരീഡ് തുടങ്ങുന്ന ഒരു ഗ്യാപ്പിലാണല്ലോ ഈ കൊലപാതകം നടന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു സമയത്ത് ആരെങ്കിലും ബിൽഡിങ്ങിന് പുറത്തേക്ക് പോയാൽ CCTVയിൽ അത് പ്രത്യേകം നോട്ട് ചെയ്യാനായി സാധിക്കും. അതുകൊണ്ട് ബിൽഡിങ്ങിനകത്ത് തന്നെ കൊലയാളി ഉണ്ടാകാനാണ് സാധ്യത. കുട്ടികളാണോ ടീച്ചേഴ്സ് ആണോ എന്നാണ് കണ്ടെത്തേണ്ടത്. ടീച്ചർ ആണെങ്കിൽ കൊന്ന ശേഷം ഹൂനിന്റെ ലാപ്ടോപ്പും ഫോണും എടുത്തുകൊണ്ട് പോയി ടീച്ചേഴ്സിന്റെ ക്യാബിനിൽ വെച്ചിട്ടുണ്ടാവാം. കുട്ടികളാണെങ്കിൽ അവർക്കത് ഹൈഡ് ചെയ്യുക അത്ര എളുപ്പമല്ല. ഈ ഒരു സ്കൂളിൽ നിരവധി ടീച്ചേഴ്സും കുട്ടികളും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആരാണ് എന്നറിയാനായി എല്ലാ കുട്ടികളുടെയും കോണ്ടാക്ട് ലിസ്റ്റ് ലാബിൽ പോയി രഹസ്യമായി ഇവർ എടുക്കുന്നു. അതിലേക്ക് മെസ്സേജ് അയക്കുകയാണ് ലീ. ക്ലാസ്സിലേക്ക് ലേറ്റ് ആയി എത്തിയ ടീച്ചർ അല്ലെങ്കിൽ കുട്ടി ആരാണെന്ന് റിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. ചിലർ ഈ മെസ്സേജ് കാണുന്നുണ്ട്, ചിലർ അത് ശ്രദ്ധിക്കാതെ പോകുന്നു. ഈ മെസ്സേജിന് റിപ്ലൈ കിട്ടിയാൽ കൊലയാളിയെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അവൾ കണക്ക് കൂട്ടുന്നത്. കാരണം കൊല ചെയ്ത് ലേറ്റ് ആയിട്ടായിരിക്കുമല്ലോ അവർ നാലാമത്തെ പീരീഡിന് കയറിയിട്ടുണ്ടാവുക. ഇതേസമയം PT പീരീഡിന് ഗ്രൗണ്ടിൽ ലീയെ കാണാത്തത് കൊണ്ട് PT സാറ് ഒരു പെൺകുട്ടിയെ അവളെ അന്വേഷിക്കാനായി പറഞ്ഞു വിടുന്നു. ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് അവളെ ഡൈവേർട്ട് ചെയ്യാനായി ജിയോ ഇങ്ങനെ കിസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ആ പെൺകുട്ടി ഇത് കണ്ട് അവളെ വിളിക്കാതെ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം അഡ്മിൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. എന്തോ രഹസ്യമാണ് അയാൾ പറയുന്നത്. പക്ഷെ ആ സമയത്ത് അയാൾ വളരെയധികം ടെൻഷനിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേ ടീം സ്കൂൾ വിസിറ്റിനെത്തിയ ഒഫീഷ്യൽസ് ഓരോ ക്ലാസ് റൂമും ഓരോ സ്ഥലങ്ങളുമായി പരിശോധന നടത്തി വരുന്നു. അപ്പോഴേക്കും ഇനി ടീച്ചേഴ്സ് ആരെങ്കിലുമാണ് കൊലയാളിയെങ്കിൽ ലാപ്ടോപ്പും മറ്റും അവർ ഒളിപ്പിച്ചു വെക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് ചെന്ന് പരിശോധിക്കാനായി സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അഡ്മിൻ മാത്രമേ ഇരിപ്പുള്ളൂ. അഡ്മിനെ അവിടെ നിന്ന് മാറ്റാനായി ജിയോങ് അഡ്മിനോട് പ്രിൻസിപ്പൽ സാറിനെ വിളിക്കുന്നു എന്ന് പറയുന്നു. ശരി നീ പോ, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ അഡ്മിൻ ജിയോങ്ങിനെ പറഞ്ഞു വിട്ട ശേഷം പെർഫ്യൂം ഒക്കെ അടിച്ചാണ് പ്രിൻസിപ്പലിനെ കാണാനായി പോകുന്നത്. അഡ്മിൻ പുറത്തേക്ക് പോകുന്നത് കാണുന്ന ജിയോങ്ങും ലീയും അകത്തേക്ക് ചെല്ലുന്നു. അവർ ഓരോ മേശയായി പരിശോധിക്കുകയാണ്. ഇതേ ടീം പ്രിൻസിപ്പലിനെ കാണാനായി ചെല്ലാൻ പറഞ്ഞ സ്ഥലത്തെത്തുന്ന അഡ്മിൻ അവിടെ പ്രിൻസിപ്പലിനെ കാണാത്തത് കൊണ്ട് ജിയോങ് കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലാക്കി വെപ്രാളത്തിൽ അവിടേക്ക് ഓടുന്നു. അപ്പോഴേക്ക് എല്ലാ മേശയും ജിയോങ് പരിശോധിച്ചു. അഡ്മിന്റെ മേശ പരിശോധിക്കാൻ എത്തുമ്പോൾ അത് പൂട്ടിയിരിക്കുകയാണ്. അത് ലോക്ക്
കഴിച്ച് തുറക്കുന്ന ജിയോങ് അതിൽ എന്തോ ഒന്ന് കണ്ട് ഷോക്കാവുന്നു. അഡ്മിൻ ഇവിടേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും അയാൾ മേശയിൽ വെച്ച സാധനവും എടുത്തുകൊണ്ട് ജിയോങ് പോയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ആകെ കലി ഇളകുന്നു. അഡ്മിന്റെ മേശയിൽ നിന്ന് എടുത്തത് കൊല്ലപ്പെട്ട ഹൂനിന്റെ ലാപ്ടോപ്പാണ്. അതിലെ രക്തക്കറ അതുപോലെ തന്നെയുണ്ട്. പക്ഷെ ഫയൽസ് എല്ലാം ഡിലീറ്റ് അടിച്ചിരിക്കുന്നു. ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ റീസെന്റ് ആയി ഡിലീറ്റ് അടിച്ച ഫയൽസ് റിട്രീവ് ചെയ്യാനായി ജിയോങ് ശ്രമിക്കുന്നു. അപ്പോൾ അവിടേക്ക് എത്തുന്ന അഡ്മിൻ ആ ഫോണും ലാപ്ടോപ്പും തനിക്ക് തരാനായി പറഞ്ഞവരുമായി ഫൈറ്റ് ചെയ്യുന്നു. ലീയും ജിയോങ്ങും അഡ്മിനെ തള്ളിയിട്ടോടുന്നു. ഇവർ തമ്മിൽ നടക്കുന്ന ചേസ് ഒരു പെൺകുട്ടി കാണുന്നു. ഈ പെൺകുട്ടിയാണ് മുന്നേ ഗ്രൗണ്ടിൽ ജിയോങ് ഉള്ള സമയത്ത് അവനെ വായി നോക്കിയതും പിന്നീട് ഇവൻ ഹൂനിന് നേരെ കത്തി വീശപ്പോ അതിന്റെ ഫോട്ടോ എടുത്തതുമെല്ലാം. ഇപ്പോൾ ഇതും കൂടി കാണുന്ന അവൾ ഇവളുടെ കയ്യിലുള്ള മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുന്ന ജിയോങ്ങിന്റെ സുഹൃത്തായ ഡൂവിന്റെ ഫോണിലേക്ക് ജിയോങ് എന്തോ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. ഡൂവിനാണെങ്കിൽ അപ്പോൾ ക്ലാസ് ഉണ്ടെങ്കിലും അവൻ ടീച്ചറിനോട് ടോയ്ലറ്റിൽ പോകണമെന്ന് എക്സ്ക്യൂസ് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുന്നു. ഇതേ ടീം അഡ്മിൻ ഓഫീസറിൽ നിന്ന് രക്ഷപ്പെടാനായി ലീയും ജിയോങ്ങും ഓടാണ്. ഇവര് 3 പേരും ഓടുന്നിടത്ത് ആ ഒഫീഷ്യൽസ് നിൽപ്പുണ്ടായിരുന്നു. അവരെ തട്ടിമറിച്ചിട്ടാണ് ഇവർ ഓടുന്നത്. പ്രിൻസിപ്പൽ ആകട്ടെ ഞങ്ങളുടെ സ്കൂളിൽ റണ്ണിംഗ് പ്രാക്ടീസ് നടക്കുക, അതുകൊണ്ടാ സാറ് കാര്യമാക്കില്ലെന്നെല്ലാം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഡു ജിയോങ്ങിന്റെ ക്ലാസ് റൂമിലേക്ക് എത്തുമ്പോൾ അവിടെ ഹൂനിന്റെ മൃതദേഹം കാണുന്നു. ഓടുന്നതിന്റെ ഇടയിൽ ലീയുടെ കാലിൽ പരിക്കേൽക്കുന്നത് കൊണ്ട് അവളെയും എടുത്തുകൊണ്ട് ജിയോങ് ലാപ്ടോപ്പുമായി റൂഫ് ടോപ്പിലേക്ക് പോകുന്നു. അവിടെ എത്തി ആ ഡേറ്റ അവർ പരിശോധിക്കാനായി നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന അഡ്മിൻ ലാപ്ടോപ്പ് തിരിച്ചു തരാനായി പറയുന്നു. അയാള് കെഞ്ചാണ്. പക്ഷെ ഇത് തരാൻ സാധിക്കില്ല, ഇതില് വലിയൊരു തെളിവുണ്ടെന്ന് പറയുന്ന അവനെ അയാൾ ആക്രമിക്കാനായി വരുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന ഡു അഡ്മിൻ ഓഫീസറിനെ അടിച്ചിടുന്നു. അങ്ങനെ അയാൾ മയങ്ങി കിടക്കുന്ന സമയം ലാപ്ടോപ്പ് പരിശോധിക്കുന്ന ജിയോങ്ങും ലീയും അതിൽ കാണുന്നത് ഇംഗ്ലീഷ് ടീച്ചറും അഡ്മിൻ ഓഫീസറും തമ്മിലുള്ള ചില പിക്ചേഴ്സ് ആണ്. ഇംഗ്ലീഷ് ടീച്ചർ വിവാഹിതയാണ്. എന്നിട്ടും അവർ അഡ്മിനുമായി ഒരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ അവർ ഒന്നിച്ചുള്ള ചിത്രം കയ്യിലുള്ള ലീ ആ കാര്യം പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഇവർ രണ്ടുപേരും കൊന്നതായിരിക്കാമെന്ന് ഇവർ കണക്ക് കൂട്ടുന്നു. ഒപ്പം തന്നെ അതിന് അഡ്മിന്റെ ഫോണിൽ നിന്ന് ഇംഗ്ലീഷ് ടീച്ചറുമായി ഉള്ള ചില ചാറ്റും ഇവർ കാണുന്നു. ഇതേ സമയം മുന്നേ ഞാൻ ഇവിടുത്തെ സ്കൂളിലെ വിസിറ്റിനെത്തിയ ഓഫീസറാണ്, നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ലാസ്റ്റ് ആയി എത്തിയ കുട്ടിയാരാ അല്ലെങ്കിൽ സാർ ആരാണ് എന്ന രീതിയിൽ ലീ അയച്ച മെസ്സേജ് ഉണ്ടല്ലോ, അത് ചില ആളുകൾ കണ്ട് റിപ്ലൈ ചെയ്യുന്നു. ചിലര് ശരിക്കും വിസിറ്റിന് വന്ന സാറാണ് ഈ മെസ്സേജ് അയച്ചതെന്ന് ഓർത്ത് റിപ്ലൈ കറക്റ്റ് ആയി അയക്കുന്നുണ്ട്. ചിലര് ചുമ്മാ ഉടായ്പ കാണിക്കാതെ പോന്ന് റിപ്ലൈയും അയക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ കൊലയാളിയെ നമ്മൾ കണ്ടെത്തിയല്ലോ, അത് ഇംഗ്ലീഷ് ടീച്ചറും അഡ്മിനും കൂടിയാണെന്ന് അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇതേ സമയം പ്രിൻസിപ്പൽ ഒരു ആവശ്യത്തിന് ക്ലാസ് ടീച്ചറിനോട് ജിയോങ്ങിനെ വിളിച്ചുകൊണ്ട് വരാനായി പറയുന്നു. അവൻ സ്കൂൾ ടോപ്പർ ആയതുകൊണ്ട് ഈ ഓഫീസറിനെ പരിചയപ്പെടുത്താനായിട്ടായിരിക്കാം. അങ്ങനെ ജിയോങ്ങിനെ വിളിക്കാനായി ക്ലാസ് റൂമിലേക്ക് എത്തുന്ന ക്ലാസ് ടീച്ചർ അവിടെ ഹൂൻ കൊല്ലപ്പെട്ട് കിടക്കുന്നത് കണ്ട് ജിയോങ് ആയിരിക്കാം കൊന്നതെന്ന് കണക്കൂട്ടുന്നു. കാരണം ഇദ്ദേഹമാണ് പണിഷ്മെന്റിന്റെ ഭാഗമായി PT പീരീഡിന് വിടാതെ ഇവരെ രണ്ടുപേരും ക്ലാസ്സിലിരുത്തിയത്. അദ്ദേഹം ആകെ അപ്സെറ്റ് ആവുന്നു. ഇതേ സമയം അടുത്തത് ഇനി എന്ത് ചെയ്യാം, ഈ കൊലയാളിയെ തങ്ങൾ കണ്ടെത്തിയെന്ന കാര്യം ക്ലാസ് ടീച്ചറിനോട് പറയാമെന്ന കണക്ക് കൂട്ടലിൽ റൂഫ് ടോപ്പിൽ ഡൂവിനെയും ലീയെയും ഇരുത്തി ജിയോങ് ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവിടെ ക്ലാസ് ടീച്ചറിനെ കാണുന്നു. ക്ലാസ് ടീച്ചർ ആകെ തകർന്നിരിക്കുന്നത് കാണുന്നവൻ സാർ ഞാനല്ല കൊന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായി വരുമ്പോഴേക്കും അതിന് സാധിക്കുന്നില്ല. കാരണം ക്ലാസ് ടീച്ചറിന് ജിയോങ്ങിനെ വലിയ കാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ മരണശേഷം ഇവനെ ഒരു മകനെ പോലെയാണ് അദ്ദേഹം കാണുന്നത്. അതുകൊണ്ട് തന്നെ നീ ഈ കൊലക്കുറ്റത്തിന് ജയിലിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഇവനെ കൊന്നതെന്ന് ഏറ്റോളാം എന്ന് പറഞ്ഞ് അവിടെ കിടന്ന സാധനം ദേഷ്യത്തില് തട്ടുമ്പോൾ അവിടേക്കൊരു ബട്ടൺ താഴെ വീഴുന്നു. ഈ ബട്ടൺ കാണുന്ന അവന് പെട്ടെന്ന് ഒരു കാര്യം സ്ട്രൈക്ക് ആവുകയും അവൻ ആ ബട്ടൺ എടുത്തുകൊണ്ട് റൂഫ് ടോപ്പിലേക്ക് ഓടുകയും ചെയ്യുന്നു. അവിടെ ബോധമില്ലാതെ കിടക്കുന്ന അഡ്മിന്റെ കോട്ട് പരിശോധിക്കുമ്പോൾ അതിലുള്ള ബട്ടൺ അല്ല ഇത്. അപ്പോൾ കൊല ചെയ്തത് അഡ്മിൻ അല്ല എന്നിവന് മനസ്സിലാവുന്നു. ഉടനെ തന്നെ ലീ ആ ബട്ടനും വാങ്ങി വെളിയിലേക്ക് ഓടുന്നു. അവൾ ചില കാര്യങ്ങൾ മനസ്സിൽ കണക്കുകൂട്ടിയാണ് പോകുന്നത്. അവൾ നേരെ പോകുന്നത് തേയുടെ അടുത്തേക്കാണ്. കാരണം തേക്ക് 2 ആഴ്ച മുന്നേ ജ്യൂസ് കുടിച്ച് വായിൽ നിന്ന് നുരയും പതയും വന്നല്ലോ. ഒരു പക്ഷേ ആ ജ്യൂസ് തേയുടെ തൊട്ടടുത്തിരിക്കുന്ന ഹൂനിനെ ലക്ഷ്യമിട്ട് ആരോ വിഷം ചേർത്ത് കൊടുത്തതാകാം. അവളുടെ ആ ഒരു സംശയം കൺഫേം ചെയ്യാനായി അവൾ തേയോട് ആ ജ്യൂസ് നിനക്ക് ഹൂനാണോ തന്നത്, ആണെങ്കിൽ ഹൂനിന് അത് ആരാ കൊടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഹൂനാണ് തന്നതെന്നും ഹൂനിന് ലൈബ്രറിയൻ കൊടുത്തതായിട്ടാണ് പറഞ്ഞതെന്നും തേ പറയുന്നു. ഇവൾ ഉടനെ തന്നെ ലൈബ്രറിയന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് അവൾ നേരത്തെ അയച്ച ഫോർവേഡ് മെസ്സേജിന് ഒരു പെൺകുട്ടി റിപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു. കൊറിയൻ ടീച്ചർ ലേറ്റ് ആയിട്ടാ ക്ലാസ്സിൽ വന്നത്, നേരത്തെ ക്ലാസ്സിൽ നിന്ന് ക്ലാസ് നിർത്തി പോവുകയും ചെയ്തു എന്ന്. അവൾ അത് വായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് കൊറിയൻ ടീച്ചർ എത്തുന്നു. PT പീരീഡിൽ നീ എന്താ ലൈബ്രറിയിൽ പോകാനായി പറഞ്ഞ് സാർ അവളെ വഴക്ക് പറഞ്ഞ് ലൈബ്രറിയന്റെ അടുത്ത് വളരെ പഞ്ചാര അടിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഇവൾ ഒരു ഞെട്ടലോടെ നോക്കുന്നു. ആ സമയത്താണ് കൊറിയൻ ടീച്ചർ ഇട്ടിരുന്ന കോട്ടിൽ ഒരു ബട്ടൺ ഇല്ലാത്ത കാര്യം അവൾ ശ്രദ്ധിക്കുന്നത്. ഈ കൊറിയൻ ടീച്ചറും ലൈബ്രറിയനും തമ്മിൽ റിലേഷനിലായിരുന്നു. കൊറിയൻ ടീച്ചർ ആണെങ്കിൽ വിവാഹപ്രായമൊക്കെ കഴിഞ്ഞ് വിവാഹം നടക്കാതെ നിന്ന ഒരാളാണ്. ആ സമയത്താണ് ഈ ലൈബ്രറിയനുമായി ഇവിടെ വെച്ച് പ്രണയത്തിലാകുന്നത്. അങ്ങനെ ഇവരുടെ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ലൈബ്രറിയൻ പണ്ട് ഹൂനിന്റെ അച്ഛനുമായി റിലേഷനിലായിരുന്നു. ആ കാര്യം പറഞ്ഞ് ഹൂൻ ഇപ്പോൾ ലൈബ്രറിയനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. അങ്ങനെ ഇവന്റെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ലൈബ്രറിയൻ കൊറിയൻ ടീച്ചറിനെ അറിയിക്കുകയും ഹൂനിനെ കൊല്ലാനായി ലൈബ്രറിയന് വേണ്ടി കൊറിയൻ ടീച്ചർ തീരുമാനിക്കുകയും ചെയ്തു. ആദ്യം അവനെ കൊല്ലാനായിട്ടാണ് വിഷം കലർത്തിയത്. പക്ഷെ അത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന രീതിയിലായി. കറക്റ്റ് സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് തേയും രക്ഷപ്പെട്ടു. അങ്ങനെ പിന്നീട് എങ്ങനെ ഹൂനിനെ കൊല്ലാമെന്ന് പ്ലാൻ ചെയ്യുമ്പോഴാണ് ഹൂനും ജിയോങ്ങും ക്ലാസ്സിൽ വഴക്കുണ്ടാക്കുന്നതും ശേഷം ജിയോങ് പുറത്തു പോകുന്ന
പോകുന്നതും കൊറിയൻ ടീച്ചർ കാണുന്നത്. അയാൾ ആ അവസരം മുതലാക്കി അവനെ കൊന്നു. ഈ കാര്യങ്ങളെല്ലാം ഇവൾക്ക് മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്ന കൊറിയൻ ടീച്ചർ ഇവളെ ആക്രമിക്കാനായി ശ്രമിക്കുമ്പോൾ അവൾ ഓടുന്നു. ലൈബ്രറിക്ക് അകത്ത് കടന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണ്. ആ സമയം സഹായത്തിനായി LI എന്ന് ജിയോങ്ങിന് അവൾ മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജ് കിട്ടിയ ഉടനെ ലൈബ്രറി എന്ന് മനസ്സിലാക്കുന്ന ജിയോങ് ലൈബ്രറിയിലേക്ക് ചെന്ന് അവളെ രക്ഷപ്പെടുത്തി വെളിയിലേക്ക് ഓടുന്നുണ്ടെങ്കിലും കൊറിയൻ ടീച്ചർ അവരെ പിടികൂടാണ്. അയാൾ ജിയോങ്ങിനെ കുത്താനായി ഒരുങ്ങുന്ന സമയത്ത് അവിടേക്ക് പ്രിൻസിപ്പലും മറ്റു ടീച്ചേഴ്സും ആ ഓഫീസറും ഒക്കെ എത്തുന്നു. കൂടാതെ 4ാമത്തെ PT പീരീഡ് കഴിഞ്ഞു കുട്ടികളും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കണ്ടു എന്ന് മനസ്സിലാക്കുന്ന കൊറിയൻ ടീച്ചർ പിടികൊടുക്കുന്നു. അങ്ങനെ കൊലയാളി അറസ്റ്റിലായിരിക്കുന്നു. ഒരുപക്ഷെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊലയാളിയെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജിയോങ് കൊലയാളിയാകേണ്ടി വന്നിരുന്നേനെ. എന്തായാലും കൊറിയൻ ടീച്ചറുമായി നടത്തിയ മൽപിടുത്തത്തിന്റെ ഇടയിൽ ജിയോങ്ങിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അവൻ ആ പേരിൽ ഹോസ്പിറ്റലിലാണ്. അവിടേക്ക് അവനെ കാണാനായി ലീ എത്തുന്നു. പൊതുവെ മുഖമൊക്കെ മറച്ച് വളരെ ഷൈ ആയി നടക്കാറുണ്ടായിരുന്ന അവൾ ഇപ്പോൾ ആളാകെ മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. അവളെ കണ്ടപാടെ ഇവൻ ഹാപ്പി ആകുന്നു. അങ്ങനെ ഒന്നിച്ച് ഒരു കൊലപാതകം തെളിയിച്ചിരിക്കുന്ന ഇവർ ജീവിതത്തിലും ഇനി ഒന്നിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവർ ഇവിടെ ഹാപ്പി ആയിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.